ക്യാരക്ടറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എന്നോട് പലരും ഇങ്ങനെ പ്രിവ്യൂ കണ്ടവരൊക്കെ പറഞ്ഞു നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ലൊരു അനിയത്തി, അത് ചെയ്തേക്കുന്ന കാര്യങ്ങൾ പലരും ആ ക്യാരക്ടറിന് ഭയങ്കര ജീവനുള്ളതുപോലെ തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പം ശരി ആയി നന്നായിട്ടുണ്ട്, അപ്പം നമുക്ക് സന്തോഷമാണ്. അപ്പം ഞാനിങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പോൾ ഒരു ദിവസം എനിക്ക് അത് ഉത്തരം കിട്ടിയെന്നാന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ ഒറിജിനൽ ജീവിതത്തിൽ ഞാനൊരു അനിയത്തിയാണ്. എനിക്ക് ഒരു ചേട്ടനാണുള്ളത്. ചേട്ടന് ഞാൻ തമ്മിൽ കുറച്ചൊരു ഏജ് ഡിഫറൻസും കൂടിയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ എൻ്റെ ചേട്ടൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ തന്നെ ഞാൻ ഈ ജോസൂട്ടിയുടെ അടുത്ത് സംസാരിച്ചിരിക്കുന്നത്. എൻ്റെ ചേട്ടൻ്റെ അടുത്ത് ഞാൻ പറയും ഞാൻ എന്തിനാ അങ്ങനെ ചെയ്താൽ, അങ്ങനെ ചെയ്യണ്ട, ഇങ്ങനെ ചെയ്യണ്ട, അത് കണ്ട അതങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ ചേട്ടനെ സമ്മതിക്കുകയും ചെയ്യും, കാരണം ചെറിയ അനിയത്തിയാണ്. അതുപോലെ തന്നെയാണ് ഈ ജോസൂട്ടിയുടെ കാര്യമാണെങ്കിലും. ജോസൂട്ടി പറയുന്ന മോളുകുട്ടി പറയുന്ന പല കാര്യങ്ങളും ജോസൂട്ടിയോട് ഇങ്ങനെയാണ് പറയുന്നത്, എന്തിനാണ് ചെയ്തത്, അത് കൊള്ളത്തില്ലായിരുന്നു, പല ആവശ്യമുണ്ടോ, അങ്ങനെയൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതമായിട്ട് ഇത് ഭയങ്കരമായിട്ട് ആ ഒരു ക്യാരക്ടറായിട്ട് കുറച്ച് റിലേറ്റഡ് ആയിട്ടായിരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. അതായിരിക്കും എല്ലാവരും പറയുന്നത് അതിന് ഭയങ്കര ജീവനുള്ള പോലെ തോന്നി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് തന്നെയായിരിക്കും കാരണം. അപ്പോൾ ഈ ഒരു ഡാൻസറായിട്ടുള്ള എനിക്ക് ഒരു ഡാൻസായിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു ബന്ധമുള്ള ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. തീർച്ചയായിട്ടും നമുക്കെന്നാൽ നമ്മൾ കണ്ട് പരിചയിക്കുന്ന കാര്യങ്ങളല്ലേ ഇതൊക്കെ, അപ്പോൾ എളുപ്പമായിരിക്കും ചെയ്യാൻ. അഭിനേത്രിയായിട്ട് അറിയപ്പെടാനാണ് കാരണം. ഡാൻസർ എന്ന് പറയുമ്പോൾ എന്നെക്കാളും ഒരുപാട് മികച്ച ഡാൻസേഴ്സ് നമുക്ക് പുറത്ത് നിൽപ്പുണ്ട്. അവർ ഒക്കെ എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഇപ്പോൾ സ്റ്റേജ് പ്രോഗ്രാംസ് ചെയ്യുന്നത് ഈ ഒരു സിനിമ ഫീൽഡിൻ്റെ ഒരു പിൻബലമുണ്ട്. എനിക്ക് ഒരു ആക്ട്രസ് എന്നുള്ളൊരു പിൻബലമുണ്ട്. അതുകൊണ്ടായിരിക്കും എനിക്കിപ്പോൾ ഇത്രയും പ്രോഗ്രാംസ് കിട്ടുന്നത്. പക്ഷേ എന്നെക്കാളും നല്ല ഡാൻസേഴ്സും നല്ല അറിവുള്ള ഡാൻസേഴ്സും ഒരുപാട് പുറത്തുണ്ട്. അവർക്ക് വേദികൾ കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോൾ അവരൊരു നല്ല ഡാൻസറാണ് എന്ന് പറയുന്നത് കൊണ്ട് ഡാൻസിൻ്റെ ഒരു സ്റ്റേജ് കിട്ടണം എന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഓർഗനൈസേഴ്സ് എന്തായാലും നോക്കുക, കുറച്ചുകൂടെ ഫെയിമുള്ള ആളെ വെക്കുന്നതല്ലേ നല്ലത് എന്ന് ഇങ്ങനെ വിചാരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ പിന്തള്ളിയിട്ടായിരിക്കും നമ്മളെപ്പോലുള്ള ആൾക്കാരെ വിളിക്കാം. നമുക്ക് പക്ഷേ ഡാൻസിൻ്റെ കാര്യത്തിൽ ചിലപ്പോൾ അറിവുകൾ ഭയങ്കര കുറവായിരിക്കാം. പെർഫെക്റ്റായിട്ട് ചെയ്യുന്നു എന്നുള്ളത് ഓരോരുത്തരുടെ ബോഡി ലാംഗ്വേജിൻ്റെ കാര്യം മാത്രമാണ്. അറിവ് എന്ന് പറയുന്നത് തലയിലുള്ള കാര്യം. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ അതിലൊക്കെ ചിലപ്പോൾ ബിഗ് സീറോ ആയിരിക്കാം. അപ്പോൾ എന്തുകൊണ്ടോ അഭിനേത്രി എന്നറിയപ്പെടുന്നതിൽ തന്നെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പിന്നെ അഭിനയത്തിൽ നമ്മൾ സിനിമയിൽ കിട്ടുന്ന ചാൻസുകൾ അനുസരിച്ചിരിക്കും ഡാൻസിലെ കയറ്റവും ഇറക്കവും. അപ്പോൾ എന്തായാലും അഭിനേത്രി ഇതാവുന്നത് തന്നെയാണ് എനിക്കിഷ്ടം. ഇപ്പോൾ ഞാൻ ഭരതനാട്യത്തിൻ്റെ ഹയർ സ്റ്റഡീസ് ചെയ്തുകൊണ്ടിരിക്കുക ബാംഗ്ലൂർ അലയൻസ് യൂണിവേഴ്സിറ്റിയിൽ. അവരെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ ട്രെയിൻ ചെയ്യിക്കുകയാണ്. ഓരോ പ്രോജക്റ്റ് നമുക്ക് തരും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോജക്റ്റ് തിരഞ്ഞെടുക്കാം എന്ന് പറഞ്ഞിട്ട്. ചിലപ്പോൾ മാത്രം അവർ നമുക്ക് സബ്ജക്റ്റ് തരും. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ സ്വന്തമായിട്ടുള്ള ഒരു പ്രോജക്റ്റ്, നമ്മുടെ ഒരു സബ്ജക്റ്റ് നമ്മൾ തിരഞ്ഞെടുക്കുമായിരുന്നു. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ നമുക്കറിയാവുന്ന ചിലപ്പോൾ പൊട്ടത്തെറ്റായിരിക്കും, ഇങ്ങനെയൊന്നുമേ ആയിരിക്കത്തില്ല. പക്ഷേ നമ്മളതിൻ്റെ പുറകെ ഇങ്ങനെ ഇതിന്ന് നല്ല മാർക്ക് മേടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ആദ്യത്തെ ഒരു ലക്ഷ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്യണം. അങ്ങനെ പോകുമ്പോൾ നമുക്ക് പല കുറേ പോയിൻറ്റ്സ് കുറേ കിട്ടും. ഒരുപാട് നല്ല നല്ല ടീച്ചേഴ്സിനെ കിട്ടും. ഇപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എടുത്തത് സ്ത്രീവേഷം ഇൻ കഥകളി എന്ന് പറഞ്ഞിട്ടായിരുന്നു ഞാൻ എൻ്റെ പ്രോജക്റ്റുകളിൽ എടുത്തത്. അപ്പം ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ എറണാകുളത്തുള്ള കഥകളി ക്ലബ്ബിൽ ചെന്ന് അവിടുത്തെ ആശാന്മാരെയൊക്കെ കണ്ടു. അവരെങ്ങനെ ഇതിലേക്ക് വന്നു, ഇത് റെഡി ആവുന്നതിന് മുമ്പ് ഇവരെങ്ങനെയാണ് മേക്കപ്പിന് ഉപയോഗിക്കുന്ന സാധനങ്ങൾ, സ്ത്രീവേഷം തന്നെ ഇപ്പോൾ കഥകളി നമ്മൾ എടുത്താൽ അറിയാം, സ്ത്രീവേഷം തന്നെ ചെയ്യുന്ന ആർട്ടിസ്റ്റുകളായിരിക്കും. അത് സ്ത്രീവേഷം ചെയ്യാൻ വേണ്ടി തന്നെ ഒരു ആർട്ടിസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അവരെന്തുകൊണ്ട് അത് മാത്രം ചെയ്യുന്നു എന്നുള്ളത്, അതിനൊക്കെ ഉള്ള ചോദ്യവും ഉത്തരവും ഒക്കെ നമുക്ക് കിട്ടുക. അപ്പോൾ ഞാൻ അന്ന് പുള്ളിയെ പോയി ഇൻ്റർവ്യൂ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 2-3 ദിവസം ഞാൻ ആ ഒരു ഹാങ് ഓവറിലായിരുന്നു. ഇത് കൊള്ളാമല്ലോ ഈ പരിപാടി. അപ്പം ഇതിനെപ്പറ്റി നമ്മൾ കൂടുതൽ ചിന്തിക്കുകയാണ്. നമ്മുടേതായ രീതിയിൽ കുറച്ചൊക്കെ ചിന്തിക്കുകയും ആലോചിക്കുകയും ഒക്കെ ചെയ്താൽ ക്രിയേറ്റീവായിട്ട് നമുക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അലയൻസിൽ ഞങ്ങളുടെ ആ കോളേജിൽ അവർ നന്നായിട്ട് ട്രെയിൻ ചെയ്യിക്കുന്നുണ്ട്, നമ്മൾ പുതിയതായിട്ട് നമ്മൾ കൊണ്ടുവരാനായിട്ട്. പിന്നെ ഇതെല്ലാം ഒരു ഭാഗ്യമല്ലേ, നമ്മൾ ഡാൻസിലാണേലും സിനിമയിലാണേലും എല്ലാം ക്രിയേറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ പുതിയ കാര്യങ്ങളുണ്ടാവും. അതിനുവേണ്ടി ശ്രമിക്കാം. ഭയങ്കര പ്രതീക്ഷയുള്ളൊരു സിനിമയാണ് അത്. ഇപ്പം ഞാൻ മാത്രമല്ല, നമ്മളിപ്പോൾ ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ, അപ്പോൾ ആർട്ടിസ്റ്റുകളുടെ കാര്യം എല്ലാവരുടെയും എടുത്ത് പറയുകയാണെങ്കിൽ ദിലീപ് ഏട്ടനും സുരാജ് ഏട്ടനും മാത്രമാണ് നല്ല എന്താ പറയുക ഒരു എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ എന്ന് പറയാം. ബാക്കി ഉള്ളവരെല്ലാവരും വളരെ ഫെമിലിയർ ആയിരിക്കാം ഫേസ് കൊണ്ട്. ഇപ്പം ഞാൻ അടക്കമുള്ള ആർട്ടിസ്റ്റുകൾ ഫെമിലിയർ ആയിരിക്കാം. ഇപ്പോൾ ഇന്ന ആർട്ടിസ്റ്റാണല്ലോ, അല്ലെങ്കിൽ ഇന്ന കൃഷ്ണപ്രഭയാണല്ലോ, അല്ലെങ്കിൽ ഇന്ന ജ്യോതികൃഷ്ണയാണല്ലോ എന്ന് പറയാൻ ഉള്ള ഇതുണ്ടാവാം.
പക്ഷേ ഞങ്ങളെല്ലാവരും അപ്കമ്മിങ് ആർട്ടിസ്റ്റുകളാണ്, സിനിമയിലേക്ക് കയറി വരുന്ന ആർട്ടിസ്റ്റുകളാണ്. ഞങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് ഈ സിനിമ ഹിറ്റാവുകയും നമ്മുടെ ക്യാരക്ടർ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യുക. എന്നാലും നമുക്ക് അടുത്ത പടത്തിലേക്ക് ഉള്ള കാര്യം പറയാമല്ലോ. അടുത്ത പടത്തിലേക്കുള്ള നല്ല നല്ല കഥാപാത്രങ്ങളൊക്കെ ഇതിനെ ഒരു എന്താ പറയുക, ഒരു ചാനൽ എന്ന് പറയുമ്പോൾ ഇതൊരു വഴിത്തിരിവായാലാണ് നമുക്കും അടുത്ത പടങ്ങൾ നല്ല കിട്ടുള്ളൂ. അപ്പോൾ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. ഇപ്പം ഞങ്ങളുടെ അപ്പച്ചനും അമ്മച്ചിയായിട്ട് ചെയ്തിരിക്കുന്ന വിജയകുമാരി ആൻറ്റി സീരിയലിലുണ്ടായിരുന്നതാണ്. ആൻറ്റി ഇപ്പോൾ ആദ്യമായിട്ട് സിനിമ ചെയ്യുവാണ്. അത് ദിലീപേൻ്റെ അമ്മയായിട്ട്, ഞങ്ങളുടെ അമ്മയായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഹരീഷ് ഏട്ടൻ ലെഫ്റ്റിൽ ഒക്കെ നല്ല ക്യാരക്ടർ ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ ഞങ്ങളുടെ അപ്പച്ചനായിട്ട് ചെയ്യുക, ഞങ്ങളുടെ പെങ്ങളായിട്ട് ചെയ്യുന്ന ഒരു ചേച്ചിയും കൂടെയുണ്ട്, ചേച്ചിയായിട്ട് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ ജ്യോതി, പിന്നെ സാജു ചേട്ടൻ, പാഷാണം ഷാജു, നോബി ചേട്ടൻ, പിന്നെ നമ്മുടെ കോട്ടയം പ്രദീപ്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരൊക്കെ എല്ലാവരുടെയും ഒരു പ്രാർത്ഥനയുണ്ട് ഈ സിനിമയൊന്നും നന്നാവാൻ വേണ്ടി. കാരണം എല്ലാവരുടെയും ജീവിതമാണ്. അപ്പം ഞങ്ങളിങ്ങനെ വെറുതെ ഇരിക്കും പറയും, ഇത് ലൈഫ് ഓഫ് ജോസൂട്ടിയല്ല, ഒന്നില്ലെങ്കിൽ ഇത് ലൈഫ് ഓഫ് കൃഷ്ണപ്രഭ ആയിരിക്കാം, ലൈഫ് ഓഫ് ജ്യോതികൃഷ്ണ ആയിരിക്കാം. അങ്ങനെ പലരുടെയും ലൈഫാണ് ഈ സിനിമ. അപ്പോൾ നമുക്കങ്ങനെ പ്രതീക്ഷിക്കാം. ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ പടം കഴിയുമ്പോഴത്തേനും നല്ല ഒരു വഴിത്തിരിവായിരിക്കാം, നല്ല നല്ല കഥാപാത്രങ്ങൾ കിട്ടാനുള്ളൊരു സിനിമ ആവട്ടെ എന്ന് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്.